പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. വെർബലായിട്ടുള്ള ലവ് ലാംഗ്വേജ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്ത് ഉർവശി എന്ന് പറയുന്നത്. ഭർത്താവിന്റെ ലവ് ലാംഗ്വേജ് ഫിലിമിന്റെ അവസാന പാർട്ടിലാണ് വിസിബിൾ ആയിട്ട് വരുന്നത്. എന്റെ പ്രാരാബ്ദങ്ങളൊന്നും നിന്നെ അറിയിക്കാതെ, ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് എന്റെ സ്നേഹം. ആക്ട് ഓഫ് സർവീസ്, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രണയമായിട്ട് ഇവിടുത്തെ ഭർത്താവ് കാണുന്നത്. അപ്പൊ അതിന്റെ രണ്ടിനെയും ക്ലാഷ് വരുന്നത് കാരണം ഇവർക്കിടയ്ക്കുള്ള ആ റിലേഷൻഷിപ്പിൽ വിള്ളൽ ഉണ്ടാകുകയും അവസാനം ഡൈവേഴ്സിലേക്കൊക്കെ പോയിട്ട് വീണ്ടും ഒന്നിക്കുന്നതുമാണ്. ഒന്നിച്ചു കഴിഞ്ഞാൽ ഇത് റെഡിയാകുമോ? ഇല്ല. കാരണം ഇപ്പോഴും ലവ് ലാംഗ്വേജ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ വൈഫിന്റെ ലവ് ലാംഗ്വേജ് ഹസ്ബൻഡ് തിരിച്ചറിഞ്ഞ് പെരുമാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. വിവാഹം കഴിഞ്ഞു വന്ന സമയത്ത് ബിസിനസ് ഭയങ്കര മോശമായിട്ട് നിൽക്കുവാണ്, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ വൈഫിന്റെ ഹെൽപ്പ് എടുക്കുമായിരുന്നു വേണ്ടത്. വൈഫിനെ മാറ്റി നിർത്തുവാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിട്ട് അവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല, ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല, അഭിനന്ദനങ്ങൾ കിട്ടുന്നില്ല. സാമ്പാർ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോലും ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസിന്റെ എന്തെങ്കിലും ഒരു കാര്യം, ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, അത് ഏൽപ്പിച്ചിട്ട് അത് ചെയ്തു തരുമ്പോഴത്തേന് അവിടെ ഒരു അഭിനന്ദനം കൊടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ. അത് മാത്രമല്ല, ഇവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ക്വാളിറ്റി ടൈം കിട്ടുന്നുണ്ട്, കോൺവെർസേഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ലവ് ലാംഗ്വേജും ഈ ഒരു പ്രോസസ്സിൽ മിക്സ് ആയിട്ട് വരും. ഇതൊന്നും ചെയ്യാതെ വൈഫിനെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിട്ട് അതാണ് എന്റെ സ്നേഹം എന്നൊക്കെ തെറ്റിദ്ധരിച്ച ഹസ്ബൻഡാണ് ഇവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്.